കൊളസ്ട്രോൾ ഈ പേര് കേൾക്കുന്നത് എല്ലാവർക്കും ഞെട്ടതാണല്ലേ? കാരണം ഇത് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ എന്തുമാത്രമാണെന്ന് നമുക്കൊക്കെ അറിയാം. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എക്സ്പെഷ്യലി കൊളസ്ട്രോളോ അങ്ങനെയുള്ള ഫാറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ ഉള്ളവർക്ക് വേണ്ടിയല്ല, ഫിസിക്കലി ഹെൽത്തി ആയിട്ടുള്ള എക്സ്പെഷ്യലി പിബേർട്ടൽ അഡോളസൻസ് അതുപോലെ തന്നെ അഡൽഹുഡിലുള്ള യങ്സ്റ്റേഴ്സിന് വേണ്ടിയുള്ളതാണ്. കാരണം ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരാതിരിക്കാനുള്ള കരുതൽ നമ്മൾ വളരെയധികം ചെറിയ പ്രായത്തിലെ ഈ കാലഘട്ടങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ കൊളസ്ട്രോളിനെ പറ്റി കേൾക്കുമ്പോഴേ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ധാരണയുണ്ട് ഇത് നമ്മുടെ ശരീരത്തിന് എന്തോ വലിയ അപകടം ഉണ്ടാക്കി തരുന്നൊരു കാര്യമാണ്. ബട്ട് അങ്ങനെയല്ല. കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. നമുക്ക് നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ എത്തുന്നത് 3 തരത്തിലുള്ള സോഴ്സസിലൂടെയാണ്. ഒന്ന് നമ്മൾ കഴിക്കുന്നതിലൂടെ, മറ്റേ നമ്മുടെ ശരീരം തന്നെ കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന കൊളസ്ട്രോളിനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതും ഒരു സോഴ്സ് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊളസ്ട്രോൾ നമ്മുടെ ശരീരം തന്നെ ഉണ്ടാക്കുന്നുണ്ടെന്ന്. സോ അതിന് ഹാംഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നുവെങ്കിൽ ഒരിക്കലും നമ്മുടെ ശരീരം അത് ഉണ്ടാക്കത്തില്ല. സോ നമ്മുടെ ശരീരം കൊളസ്ട്രോളിനെ ഉണ്ടാക്കുന്നതിൽ നമുക്ക് മനസ്സിലാക്കാം, കൊളസ്ട്രോൾ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് നടക്കുന്നുണ്ട്. അതിന് ചില എക്സാമ്പിൾസ് ആണ്. നമ്മൾക്കറിയാം നമ്മളെ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന സെൽസ് അല്ലെങ്കിൽ കോശങ്ങൾ കൊണ്ടാണ്. ഈ സെൽസിൻ്റെ ഔട്ടർ കവറിങ് അല്ലെങ്കിൽ സെൽ മെമ്പറൈൻ എന്ന് പറയുന്നത് ലിപ്പിഡാണ്, ദാറ്റ് ഈസ് ഫാറ്റ്. ഈ കൊളസ്ട്രോൾ ഒക്കെ അതിനകത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോർമോൺസ്, ഫോർ എക്സാമ്പിൾ മെയിൽ സെക്സ് ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്ററോൺ, ഫീമെയിൽ സെക്സ് ഹോർമോൺ ആയിട്ടുള്ള ഈസ്ട്രോജൻ, ഇതെല്ലാം ഉണ്ടാക്കുന്നത് കൊളസ്ട്രോളിൽ നിന്നാണ്. സോ പ്യൂബർട്ടൽ പീരീഡിൽ നല്ല ഫാറ്റിൻ്റെ ഇൻപുട്ട് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പ്രഗ്നൻസി മെയിൻറ്റെയിനിങ് ഹോർമോണാണ് പ്രൊജസ്ട്രോൺ. ഈ പ്രൊജസ്ട്രോണും ഉണ്ടാക്കുന്നത് കൊളസ്ട്രോളിൽ നിന്നാണ്. ഇതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ഹോർമോൺസ് നമ്മുടെ കൊളസ്ട്രോളിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോമ്പൗണ്ട്സും കൊളസ്ട്രോളിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ ഡെയിലി ലൈഫിൻ്റെ. അതുപോലെ തന്നെ ചില സ്പെഷ്യൽ പീരീഡിലും ആവശ്യമായിട്ടുള്ളത്, സ്പെഷ്യൽ പീരീഡ് ഫോർ എക്സാമ്പിൾ പ്രഗ്നൻസി, ഈ സമയത്ത് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു ഹോർമോണാണ് പ്രൊജസ്ട്രോൺ. സോ അതും ഉണ്ടാക്കുന്നത് ഈ കൊളസ്ട്രോളിൽ തന്നെയാണ്. സോ കൊളസ്ട്രോൾ ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ അല്ല നമ്മുടെ ശരീരത്തിൽ. അത് വളരെയധികം അത്യാവശ്യമാണ്. പക്ഷേ നമ്മളതിനെ മാനേജ് ചെയ്യുന്ന വിധം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ ഫാറ്റ്സിനെ എടുക്കുകയാണെങ്കിൽ ഈ ഫാറ്റ് കൊഴുപ്പുകൾ അതിനകത്ത് വരുന്ന ഒരു കാര്യമാണ് ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. സോ ദർ ആർ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും: സാച്ചുറേറ്റഡ്, അൺസാച്ചുറേറ്റഡ് ആൻഡ് ട്രാൻസ് ഫാറ്റ്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സിനെ പറ്റിയാണ്. ഇത് നമുക്ക് ഫിഷിനകത്ത് omega-3 ഫാറ്റി ആസിഡ്സ് നമുക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ആൽമണ്ട്സ്, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സബ്സ്റ്റൻസിൽ നമുക്ക് ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് നമുക്ക് കാണാം. ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് നമ്മുടെ ശരീരത്തിന് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അത് ഹെൽത്തി ഫാറ്റാണ്. നമ്മളത് ധാരാളമായിട്ട് കൺസ്യൂം ചെയ്യേണ്ട കാര്യവുമാണ്. ധാരാളം മീൻസ് എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന്. അടുത്ത കാറ്റഗറിയാണ് സാച്ചുറേറ്റഡ് ഫാറ്റ്സ്. ഈ സാച്ചുറേറ്റഡ് ഫാറ്റ്സിൻ്റെ ഉപയോഗം നമുക്ക് അൺസാച്ചുറേറ്റഡ് അത്ര ആകരുത്. മീൻസ് ഒരു ഇച്ചിരി കുറച്ചേ നമ്മളതിനെ ഉപയോഗിക്കാവൂ. ഇതിന് എക്സാമ്പിളാണ് നമ്മുടെ ഡയറി പ്രൊഡക്ട്സ്, മിൽക്ക്, ഗീ, അങ്ങനെയുള്ള കാര്യങ്ങൾ, റെഡ് മീറ്റ്, അതൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇതിനകത്ത് ചിക്കൻ ഇച്ചിരി ഒരു എക്സെപ്ഷണൽ കേസാണ്. ചിക്കൻ്റെ മീറ്റ് നമുക്ക് ബ്രസ്റ്റ് മീറ്റൊക്കെ ഉപയോഗിക്കാം. അത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഇതായത് കൊണ്ട് ജിമ്മിലൊക്കെ പോകുന്നവരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്കിന്നിലാണ് ഏറ്റവും കൂടുതൽ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഉണ്ട്. സോ സ്കിൻ ഉപയോഗിക്കാതെ ചിക്കൻ്റെ മീറ്റ് ഉപയോഗിക്കുന്നത് ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. അതുപോലെ തന്നെ മൂന്നാമത്തെ കാറ്റഗറിയാണ് ട്രാൻസ് ഫാറ്റ്. ഈ ട്രാൻസ് ഫാറ്റ് ഞാൻ പറഞ്ഞു അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് നമ്മളുടെ വാൾനട്ട്സ് അങ്ങനെയുള്ള ഇതിനകത്തും ഒക്കെ ഇതുണ്ട് അൺസാച്ചുറേറ്റഡ്. അത് നമുക്ക് ധാരാളമായി ഉപയോഗിക്കാം. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് അത്ര ഉപയോഗിക്കരുത്, ഇച്ചിരി കുറവ് നമ്മൾ ഉപയോഗിക്കണം. ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഗീ, വെണ്ണ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളും, മീറ്റ്, റെഡ് മീറ്റ് ഉള്ള ഐറ്റംസും. ബട്ട് ട്രാൻസ് ഫാറ്റിൻ്റെ കേസ് വരികയാണെങ്കിൽ ഇത് എത്ര അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ നമ്മളതിനെ അത്ര അവോയ്ഡ് ചെയ്യണം. കാരണം എന്താണെന്ന് ഞാൻ പറയാം. ബട്ട് അതിന് മുമ്പായിട്ട് നമുക്ക് ട്രാൻസ് ഫാറ്റ് ഉള്ള ചില ഫുഡ് നമുക്ക് പറയാം. ചിപ്സ്, ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്ന സാധനങ്ങൾ, അതുപോലെ തന്നെ ബേക്ക്ഡ് കേക്ക്സ് പോലെയുള്ള, ഡോണറ്റ്സ് പോലെയുള്ള ഐറ്റംസ് നല്ല ഈ നമുക്ക് ഈ രുചി കൂട്ടാൻ വേണ്ടി ആഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ ട്രാൻസ് ഫാറ്റ് ഉണ്ടെങ്കിൽ നല്ല ആപ്പിറ്റൈസർ ആയിരിക്കും അത്. സോ അതുകൊണ്ടാണ് ഈ ട്രാൻസ് ഫാറ്റ് ഇങ്ങനെ ഡോണറ്റ്സ് അങ്ങനെയുള്ള ഫുഡ്സിൽ ഏറ്റവും കൂടുതലുള്ളത്. എക്സ്പെഷ്യലി ക്രീമുള്ള കേക്ക്സ്, അതിൻ്റെ ക്രീംസ് എക്സ്പെഷ്യലി, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ട്രാൻസ് ഫാറ്റാണ്. സോ ഈ ട്രാൻസ് ഫാറ്റ് നമ്മുടെ ബോഡിക്ക് വളരെയധികം നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യാം. സോ നമുക്കിതൊന്ന് മനസ്സിലാകും, ഫാറ്റ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. സോ എല്ലാത്തിനെയും നമ്മൾ നെഗറ്റീവ്ലി കാണേണ്ട കാര്യമില്ല. ബട്ട് ഇതിനകത്തൊക്കെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും നല്ല നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാറ്റഗറിയെ തിരഞ്ഞുപിടിച്ച് കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ എൻറ്റയർലി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഫാറ്റിനെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. എക്സ്പെഷ്യലി പിബോട്ടൽ ടൈമിലൊക്കെ നമുക്കറിയാമല്ലോ, ടെസ്റ്റോസ്റ്ററോൺ, ഈസ്ട്രോജൻ പോലെയുള്ള ഹോർമോൺസിൻ്റെ ഏറ്റവും ആവശ്യകതയുള്ള ഒരു സമയമാണ് ആ സമയം. സോ ആ സമയത്ത് ഏറ്റവും ഹെൽത്തി ആയിട്ട് നല്ല ഫാറ്റ്സിനെ, omega-3 ഫാറ്റി ആസിഡ്സ് പോലെയോ അല്ലെങ്കിൽ വാൾനട്ട്സ്, ഇങ്ങനെയുള്ള
ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോമ്പൗണ്ട്സ് ഉണ്ട് നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന നല്ല ഫാറ്റ്സിന് നമ്മുടെ ഉള്ളിൽ കൊടുക്കുന്നത്. സോ അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് കൺസ്യൂം ചെയ്യുക. നല്ല കൊളസ്ട്രോളിനെ, ഗുഡ് കൊളസ്ട്രോൾ എന്ന് നമ്മൾ പറയും, അതിനെ നമ്മുടെ ബോഡിക്ക് അവൈലബിൾ ആക്കി നമ്മൾ കൊടുക്കുക. അതിലൂടെ നമ്മുടെ ബോഡിയിലെ ധാരാളം ഹോർമോൺസ് ആണെങ്കിൽ വേരിയസ് ഫങ്ഷൻസ് നമ്മുടെ ബോഡിക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ആണെങ്കിലും അവൈലബിൾ ആകും. സോ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി.